അപ്പോഴത്തേക്ക് വിഷ്ണു ഇങ്ങ് വരും. ഇത് കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ ഫാദറിലോ അല്ലേ? സത്യഭാമയുടെ ഭർത്താവ് ആണോ? ഏയ്, അതാകാൻ വഴിയില്ല. എന്താ സാർ വേണ്ടത്? എന്തൊക്കെയാ ഉള്ളേ? ബിരിയാണി ഉണ്ട് സാർ, പിന്നെ ചില്ലി ചിക്കൻ, ബെറോട്ട, ഫ്രൈഡ് റൈസ്. ഒരു ബിരിയാണി പെട്ടെന്ന് വേണേ, പോയിട്ടേ ഒരുപാട് കാര്യങ്ങളുള്ളതാ. ശരി സാർ. പെട്ടെന്ന് വേണം. അതെ, ഈ മേശപ്പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. ഇവിടെ വെച്ച് ഭക്ഷണമൊക്കെ എങ്ങനെ കഴിക്കുന്നേ? ആ മേശ തുടച്ചു കൊടുത്തേ. ശരി സാർ. സാറേ നേരത്തെ നന്നായിട്ട് തുടച്ചതാ. ശരിക്കും അങ്ങോട്ട് തുടയ്ക്കണം. ഇത് തുടച്ചിട്ടാണോ ഇങ്ങനെ കിടക്കുന്നേ? സാറേ ഒന്നുകൂടെ തുടയ്ക്കാം. ഇത് രാഘവേട്ടൻ തന്നെ, ഒരു സംശയവുമില്ല. രാഘവേട്ടാ, എന്നെ മനസ്സിലായോ? ഇവിടെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ വരണമെന്നുണ്ടോ? ഈ രാഘവേട്ടന്റെ ഒരു കാര്യം, ഞാൻ സത്യദാസാ, വശംപറമ്പിലെ. ഞാൻ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടെന്നേ. എനിക്കൊന്നും അറിഞ്ഞൂടാ. സത്യഭാമയും ശാലിനിമാടുമായിട്ട് എനിക്ക് നല്ല ബന്ധമാ. നമ്മൾ തമ്മിൽ ഒരുപാട് തവണ സംസാരിച്ചിട്ടുമുണ്ട്. അതെ, ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നതാ, തന്നോട് സംസാരിക്കാൻ വന്നൊന്നും അല്ല. അല്ല, രാഘവേട്ടൻ കഴിച്ചു. എന്നാലും രാഘവേട്ടൻ എന്നെ മനസ്സിലായില്ല എന്ന് പറയുമ്പോ അതാ പ്രശ്നം. വിശന്ന് കൊടല കരഞ്ഞിരിക്കുമ്പോഴാ അതിലൊരു പരിചയപ്പെടലും പരിചയം പുതുക്കലും. അപ്പോ രാഘവേട്ടൻ എന്നെ അറിയാൻ പാടില്ല. എന്ത് കഷ്ടമാ ഇത്, എന്നെ കൊണ്ട് കഴിപ്പിക്കുമോ ഇത്? ശരി രാഘവേട്ട, രാഘവേട്ടൻ കഴിച്ചോ കഴിച്ചോ. എത്രയായി? എനിക്ക് പെണ്ണായിട്ട് എവളെ ഒരൊറ്റ മോളേ ഉള്ളൂ. അതുകൊണ്ട് 4 ആള് കാണുക എനിക്ക് എവളുടെ വിവാഹം നടത്തണം. പിള്ളേരുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുമ്പോഴാണല്ലോ അച്ഛൻ എന്ന വാക്കിന് കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടാവുന്നത്. മാത്രമല്ല, കോപിക്കാനും ശാസിക്കാനും മാത്രമല്ല, സ്നേഹിക്കാനും അച്ഛനമ്മമാർക്ക് അറിയുമെന്ന് മക്കളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. സത്യമാണ് അച്ഛൻ ഈ പറയുന്നത്. എനിക്കിത് വിശ്വസിക്കാവോ? നിങ്ങളുടെ ഈ സ്നേഹവും സന്തോഷവും കണ്ടില്ല എന്നടിക്കാൻ ആർക്കാ മോളെ ആവുക? അച്ഛൻ അത് ആദ്യമേ മനസ്സിലാക്കണമായിരുന്നു. എങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലായിരുന്നല്ലോ. എന്നാ ഓക്കെ സാറേ, ഇവരുടെ കല്യാണത്തിന് ഞാൻ ക്ഷണിക്കും, വരണം. ഇവരെ ഒത്തുചേർക്കാൻ റസാഖ് ഒരു മുഖ്യ ഘടകമായല്ലോ. തീർച്ചയായിട്ടും വരും സാർ. ഇതെന്താ രാഘവേട്ട ഇത്രയും വൈകിയത്? അവരെന്തേ ശിവനും പിള്ളയും? അവരെന്തിയെന്ന് അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ എന്ത് പറയാനാ? അവരെ അച്ഛനും കണ്ടില്ല, ഞാനും കണ്ടില്ല. അവരെ കണ്ടില്ലെന്നോ? പിള്ളയും ശിവനും കൂടെയല്ലേ രാഘവേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? എന്നിട്ട് അവരെന്തിയെന്നാ ഞാനീ ചോദിക്കുന്നത്? സത്യാമ്മയല്ലേ ഏൽപ്പിച്ചത്. വരുമ്പോ ചോദിച്ചു നോക്ക് അച്ഛനെ അവരെവിടെ നിർത്തിയിട്ടാ പോയെന്ന്. രാഘവേട്ട എന്തൊക്കെ ഞാൻ കേൾക്കുന്നത്? എന്താ ശരിക്കും ഉണ്ടായത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഭാമേ, ഞാനൊരു കടയിൽ കയറിയേ ബിരിയാണി കഴിച്ച്. നല്ല ബിരിയാണിയാ. ഒരെണ്ണം നാളെ നിൽക്കം മേടിച്ചോണ്ട് ഇങ്ങോ. അതെ, അതിപ്പോ നീ ഇവിടുന്ന് കഴിക്കണേ. നല്ല രുചിയുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നെ കഴിച്ചോളാം. നിങ്ങൾ എന്താ വൈകിയെന്ന് പറ. അത് പറയാം, നീ ഇത് കഴിക്കും ഭാമേ. അയ്യോ, ഇതെന്തു പറ്റി?
അയ്യോ ഇത് പൊള്ളിയത് പോലെ ഉണ്ടല്ലോ. എന്താ മോളെ, ഇതെന്താ രാഘവേട്ട് പറ്റിയത്? ഞാൻ അച്ഛനെ കാണുമ്പോ അച്ഛൻ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് കാശ് കൊടുക്കാനില്ലാഞ്ഞിട്ട് ഹോട്ടലുകാർ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കാശില്ലാത്തോണ്ടേ എന്നെ കൊണ്ടവര് മേശ തുറപ്പിച്ചു വന്നേ. അയ്യോ എന്റെ മോൻ വിഷ്ണു വരുമെന്നും അവൻ വന്ന് കാശ് കൊടുക്കുമെന്ന് പറഞ്ഞ് തുടക്കാറുമ്പോഴേ ഓരോരുത്തരുടെ കൈ കൊണ്ടുവന്ന് ചൂടുവെള്ളം ഒഴിച്ച് അയ്യോ പൊള്ളിപ്പോയി എന്റെ കൈ. അപ്പൊ രാഘവേട്ടനെ നോക്കാൻ ഏൽപ്പിച്ച പിള്ള ശിവനും എന്തിയെ? രാഘവേട്ടൻ എങ്ങനെയാ ഒറ്റയ്ക്ക് ഹോട്ടലിൽ എത്തിയത്? ഇവരെ രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ ഇരുത്തിയിട്ട് ശിവൻ ശിവന്റെ കാര്യത്തിനായിട്ട് എങ്ങോട്ടോ പോയി. പിള്ളച്ചേട്ടൻ ബില്ല് അടച്ചിട്ട് വന്നപ്പോ അച്ഛനെ കാണാനില്ല. എന്നെ വിവരം അറിയിക്കുന്നത് അച്ഛന്റെ ഒരു സുഹൃത്താ. രാഘവേട്ട, എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നത്? കണ്ണു തെറ്റി എന്തിനെങ്ങനെ ഇറങ്ങി പോകുന്നത്? വിഷ്ണുവിനെ നോക്കി പോയതാ ഭാമേ. എനിക്കെപ്പോഴേ എനിക്കെന്റെ മോനെ കണ്ണോടികൾ തോന്നുവാ. എന്തുവാന്നൊന്നും അറിഞ്ഞൂടാ. അവനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്കിരിക്കാൻ വയ്യ. അതുകൊണ്ട് അതിറങ്ങി പോയത്. അതെ, അത് ഇനി അവൻ വരുമ്പോഴേ നീ അവന് വഴക്കൊന്നും പറയല്ലേ.